ഹലോ, ഞാൻ ആശിഷ്. ഞാനും ശ്രേയം. അപ്പോൾ ബാലിയിലുള്ള ഉലുന്താനു ടെമ്പിൾ അല്ലേ, ഉലുന്താനു ടെമ്പിളിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഡെൻപാസിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയാണ്. നല്ല നോർത്താണ്, 50 കിലോമീറ്റർ ദൂരെയാണ് ഇത്. പിന്നെ 50 കിലോമീറ്റർ ദൂരെയാണെന്ന് അറിയില്ല. നോർത്ത് ഓഫ് ഡെൻപാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഇത് ഇവരൊരു സീക്രട്ട് ഐലൻഡാണ്. 9 ഐലൻഡ്സിലുള്ള ഒരു ഐലൻഡാണിത്. ഇവർ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളൊരു ഐലൻഡാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ്. എന്തായാലും ഇവർ ചാർജ് ചെയ്യുന്ന പെർ പേഴ്സണ് 75,000 IDR ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ എത്തേണ്ടാവുക. ഇവിടെ നിന്ന് ഈ കാണുന്ന ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം ശരിക്കുമുള്ള ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഗോപുരം കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബാലനീസ് ഡാൻസ് നടക്കുന്നുണ്ട്. നമ്മളിവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര മണിക്കാണ് ബാലനീസ് ഡാൻസ് നടക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ സെയിം ഡാൻസ് തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ഹോട്ടലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രഡീഷണൽ ബാലനീസ് ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ലായിരുന്നു. അതുകൂടാതെ ഇങ്ങനെ കുറച്ച് സ്പോട്ടുകളുണ്ട്, നമുക്ക് അവിടെയൊക്കെ പോയി ഫോട്ടോസ് എടുക്കാം. ഇവർ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ വാദ്യോപകരണങ്ങൾ മുമ്പത്തെ നമ്മൾ ബാലൻസ് ഡാൻസ് കണ്ടെടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണെന്ന് ഇവർ അമ്പലത്തിലും ഉപയോഗിക്കുന്നത്. അതായത് ഇവരുടെ റിച്വൽസിനെല്ലാം വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ്. ഈ സ്ഥലത്ത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ആ സ്തൂപത്തിൻ്റെ പുറകിലായിട്ട് ആ കാണുന്ന കോടയാണ്. അതായത് ആ മലയുടെ മുകളിലായിട്ടാണ് ആ കോട ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ വെച്ചാൽ ഇവിടെ മൊത്തം നല്ല തണുപ്പുമായിരുന്നു ഇരിക്കാനും. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളെല്ലാവരും സ്നേഹയോട് സംസാരിക്കാൻ അതെല്ലാം നല്ല വൃത്തിയും നീറ്റും ആയിരുന്നു. ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ തന്നെ അവരൊരു ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവരവിടെ പൂജയ്ക്ക് കൊണ്ടുപോയിരുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാതിരി തന്നെ അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വെച്ചാൽ അതൊരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. അതായത് ഇവർ ടോട്ടൽ ടെമ്പിളിൻ്റെ അല്ല, അതായത് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ പലരും പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിൽ കൂടെ തന്നെ അവർ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ല സുഖമുണ്ടല്ലോ, ഭയങ്കര നല്ല തണുപ്പുണ്ടല്ലേ, നല്ല ക്ലൈമറ്റാണ് ഇവിടെ. അത് നമുക്ക് അപ്പുറത്തേക്കൊക്കെ നടന്നു നോക്കാം. ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ പോയതെന്തോ ഇവരുടെ തന്നെ എന്തോ ട്രഡീഷണലായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നത്. വെച്ചാൽ ഒരുപാട് പേര് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിലുണ്ടായിരുന്നു. അതേമാതിരി ഒരുപാട് പൂജയും ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി നേരത്തെ കണ്ടമാതിരി ഒരുപാട് ആൾക്കാർ അങ്ങനെ അവരുടെ പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളും റിച്വൽസിന് വേണ്ടിയുള്ള സാധനങ്ങളും കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടായിരുന്നു. ഈ ഉലുന്താനു ടെമ്പിളിൻ്റെ അകത്ത് തന്നെ പല പല സാധനങ്ങൾക്ക് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്തൂപത്തിന് പറയുന്നത് പൂര ലിംഗ പെതക് എന്നാണ്. അതൊരു ഫോട്ടോ ആയിട്ട് നല്ല ഫോട്ടോഗ്രാഫർ വെച്ച് ഫോട്ടോ എടുക്കാം കേട്ടോ. കണ്ടോ? ഓ, അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് ആക്സസ് അവിടെ. ഇവിടെ നമുക്ക് ലോക്കൽ കോസ്റ്റ്യൂം റെൻ്റ് ചെയ്യാം. റെൻ്റ് ചെയ്തിട്ട് ആൾക്കാർ ഫോട്ടോ എടുത്തിരിക്കണാണ് ഈ കാണുന്നതെല്ലാം. നല്ലതാണല്ലോ, എടുത്താലോ? ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത്രയൊന്നും ചോദിച്ചിട്ടോ, ഞാൻ അപ്പോഴേക്കും അവരെന്താ എങ്ങനെ നോട്ടെ. അവരെ ഡ്രസ്സ് ചെയ്ത് ആൾക്കാർ പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ്. അമ്പലമാണെങ്കിലും ഇങ്ങനെ സേക്രഡ് പ്ലേസ് ആണെങ്കിലും അവിടെ ഒരു ഹോട്ടലുണ്ടാവും. ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട് ഉണ്ടാവും അവർക്ക്. ഇവരിവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, എങ്ങനെ എടുക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചിട്ട്. ചോദിച്ചായിരുന്നോ? ഈ ബോഡി കാണുന്നതാണ് പ്രൈസ്. അവിടെ പ്രൈസ് ഫോട്ടോയ്ക്ക് 150K പെർ പേഴ്സൺ, കപ്പിള് പെർ പേഴ്സൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ എടുക്കണ്ടല്ലേ.
ഫോട്ടോഗ്രാഫർ എക്സ്ട്രാ ആണോ സെയിം ആണോ? ഫോട്ടോയ്ക്ക് 25K വേറെ കൊടുക്കണം. ഇതല്ലേ നല്ലത്? അത് ഇവിടുത്തെ ഭയങ്കര പ്രദേശമാണ്. മറ്റേ രാജാവിൻ്റെ നാണയുടെ മാതിരി എന്തൊക്കെയുണ്ടെങ്കിൽ ഇത് കൊള്ളാം. അയ്യോ കളറേ ഒരു സുഖമില്ല. അതിൽ നല്ലത് ഇത്. പക്ഷെ കിരീടമൊക്കെ വെച്ചാൽ ഭയങ്കര അലമ്പായിരിക്കും. എനിക്കിത് മതി. അതിനകത്ത് എൻ്റെ ഈ സാധനം തലയിൽ വെച്ചൊരു സുഖം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ മറ്റേ സാധനം തലയിൽ വെച്ചത്? ഞാൻ പറഞ്ഞു മുകേഷാണ് ഈ സിനിമയിൽ. കിരീടം വെച്ചാൽ നല്ലതായിരിക്കും എന്ന് ഉറപ്പാണ്. പിന്നെ ഞാൻ തന്നെ എടുക്കാം. താൻ തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഇത് നിനക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടു? വേണ്ട എടുത്തോ. വേണ്ടോ? ഇത് എടുക്കണോ? വേണ്ട, താൻ തന്നെ എടുത്തോ. അത് കോട്ടയ്ക്കാണെന്നുണ്ട്. ഇതും കോട്ട. താൻ തന്നെ എടുത്തോ. എന്നാൽ എനിക്കിത് മതി, വൈറ്റ്. താൻ അതെടുത്തോ. കുഴപ്പമില്ല. നീ മാറ്റി കുത്തിയെന്നുണ്ടല്ലേ? നമ്മളിവിടെ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫ് നമ്മൾ നന്നായിട്ട് ഒരുക്കി തരും. അതായത് മുടിയൊക്കെ അവരുടെ ട്രഡീഷണൽ രീതിയിലേക്ക് പിന്നി കെട്ടി എല്ലാം ചെയ്ത് നമ്മൾ ഒരുക്കിയതിന് ശേഷം മാത്രമാണ് ഇവരിവിടുന്ന് വിടുക. ഇവിടെ ഇവരെന്ന് വെച്ചാൽ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. ഇവിടെ കാർഡ് എടുക്കത്തില്ല. അതായത് എൻട്രൻസ് ഫീ അടയ്ക്കാനായിട്ട് നമുക്ക് കാർഡ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇവർ ക്യാഷ് മാത്രമാണ് എടുക്കേണ്ടാവുക. പിന്നെ ഫോട്ടോഗ്രാഫറെ നമ്മൾ ഇവിടെ തന്നെ പറയണം അവരോട് നേരത്തെ തന്നെ. ഇവർ കുറേ ആഭരണങ്ങളൊക്കെ തരുന്നുണ്ടല്ലേ? ഈ ആഭരണങ്ങളെല്ലാം ഡിഫറെൻറ്റ് ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഉപയോഗം കഴിയുമ്പോൾ നമ്മളിവിടെ തിരിച്ചു കൊണ്ടേ കൊടുക്കണം. അത്യാവശ്യം നമ്മുടെ ബാഗോ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ബാലിപ്പെണ്ണ് പോരട്ടെ. ഇവിടെ അവിടെ നിന്ന് ഞാൻ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിലാണ് എടുത്തുതരാം. കവർ ഫോട്ടോ നിന്റെ കൊടുക്കാം. നന്നായി ഇത് കഴിഞ്ഞത് ഡെയിലി വീട്ടിൽ തന്നെ ഇട്ടോ. ഇവിടുന്ന് 2 മേടിച്ചോ അത്? ആ ശരി, അത് സത്യമാണ്. ആ പുള്ളിക്കാരത്തി പറഞ്ഞാൽ ശരി. ഞാൻ പറഞ്ഞില്ല ഇതിനോട്, നിന്നെ കണ്ട ശരിക്കും ബാലനീസിന്റെ മാതിരി തന്നെയാണ്. നീ ഇങ്ങോട്ട് നോക്കി പറയ. നീ ഇങ്ങോട്ട് നോക്കാത്ത നാണാവട്ടാ. ഒരു ട്രഡീഷണൽ ഫോട്ടോ എടുക്കുന്നു. ആളുകൾ കാശ്മീരും മനാലിയൊക്കെ പോകുമ്പോൾ ഇടുന്നത്. ആ എന്തായാലും ഇവിടെ വന്നിട്ട് എടുക്കാല്ലേ. പോസുകൾ പറഞ്ഞു കൊടുക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെയാണ്. നമുക്ക് പോസ് പറഞ്ഞു കൊടുക്കും എങ്ങനെ എടുക്കേണ്ടതെന്ന്. 4 ഫോട്ടോയ്ക്കാണ് ഫോട്ടോഗ്രാഫർ ഈ 25K ചാർജ് ചെയ്യണത്. അതിനകത്ത് സ്നേഹയുടെ മാത്രമല്ല ഞാനും കൂടി ചെന്നൊന്ന് ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ ഫോട്ടോ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. പിന്നെ സോഫ്റ്റ് കോപ്പി നമ്മളിത് ചോദിച്ച് വാങ്ങിക്കണം അയാളുടെ അടുത്തുനിന്ന്. എങ്ങനെയുണ്ടായിരുന്നോ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? അല്ല, ഈ മൗണ്ടെയിൻ ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ബാക്ക്ഡ്രോപ്പിലുള്ള അല്ല, മൊത്തം ഈ സ്ഥലത്തെ ഭംഗിയേ. ഇതവരുടെ ഒരു സീക്രട്ട് പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ അവിടേക്കൊന്നും നമ്മളെ അലോ ചെയ്യത്തില്ല. നേരത്തെ ആൾക്കാരൊരു പല്ലക്കിൽ കൊണ്ടുപോകുന്ന കണ്ടത് അവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് ആ ആക്ച്വൽ ടെമ്പിളിൻ്റെ അവർ പൂജയൊക്കെ ചെയ്യുന്ന ടെമ്പിളിൻ്റെ ബാക്ക് സൈഡ്. നമ്മളൊന്നും അവിടേക്ക് കയറ്റി വിടത്തില്ല. പിന്നെ നമ്മുടെ ഉലന്താനൂർ ടെമ്പിളിലെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. നമ്മളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തന്നെയാണ് അവർ ക്യാഷ് എടുക്കത്തുള്ളൂ, കാർഡ് എടുക്കില്ല. അപ്പോൾ നമ്മളിവിടെ വരണതിൻ്റെ പുറത്ത് തന്നെ ഒരു ATM ഉണ്ടെന്ന് ക്യാഷ് എടുക്കാം. ആയിരിക്കും കുറച്ച് സേഫ്.